യൂറോപ്പ് ട്രിപ്പിന് പോകുമ്പോഴേ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മൾ വിചാരിക്കും 10 ദിവസത്തേക്കുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണമല്ലോ, എന്നാൽ വലിയ ട്രോളി ബാഗ് വാങ്ങിയേക്കാം. അതാകുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, നമുക്ക് എണ്ണിയെടുക്കാൻ എളുപ്പമുണ്ടല്ലോ. 1-2 ബാഗിനകത്ത് എല്ലാവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ആകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് സംഗതി ഇറക്കി നമ്മുടെ വാഹനത്തിന് ഡിക്കി കയറ്റണം. അതുപോലെ തന്നെ വിമാനത്താവളത്തിൽ ഇറങ്ങി കഴിയുമ്പം നമ്മൾ തന്നെ ഇത് ഡ്രോപ്പ് ചെയ്യണം. ഈ ലഗേജ് എടുക്കുന്ന ട്രോളി ഉണ്ടല്ലോ, ആ ട്രോളിക്കകത്തേക്ക് നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് കയറ്റണം. അതുപോലെ ചില ഹോട്ടലിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ലാസ്റ്റ് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ഹോട്ടലിൽ പോയപ്പം, ഹോട്ടൽ ടെറസിൽ പോയപ്പം 2 നില കയറിയിട്ട് വേണം ഹോട്ടലിൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ. അപ്പോൾ അവിടെ ആദ്യം വരുന്നത് ഈ ലഗേജ് ട്രോളിയാണ് ആദ്യം വരുന്നത്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് വേണം അത് കൊണ്ടുപോകാനായിട്ട്. അപ്പം വലിയ ട്രോളി ബാഗ് ആണെങ്കിൽ നമുക്കിത് എടുക്കാനും വെക്കാനും ഒക്കെ ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ട്രോളി ബാഗുകൾ വാങ്ങുമ്പം ട്രോളിയുടെ പെട്ടികൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരുമാതിരി മീഡിയം സൈസ് വാങ്ങിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, വേറെ കേടുപാടുകളൊന്നും പറ്റാത്ത, ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള, കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും അങ്ങനത്തെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ബാഗേജ് എല്ലാം നേരെ ബുക്ക് ചെയ്യുന്നത് പാരീസിലേക്കാണ്. കാര്യം നമ്മൾ കൊച്ചിയിൽ നിന്ന് ആദ്യം ചെല്ലുന്നത് മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അവിടെ നമ്മൾ ഇറങ്ങുമെങ്കിലും നമ്മുടെ കയ്യിലുള്ള ബാഗ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മറ്റ് ബാഗേജ് നേരെ ബുക്ക് ചെയ്ത് പാരീസിലെത്തിയിട്ടാണ് നമുക്ക് കിട്ടുക. അപൂർവമായിട്ടാണെങ്കിലും ഈ യാത്രയിൽ ചില വീഡിയോസ് കാണുമ്പോൾ അവർ പറയുന്നുണ്ട് ബാഗേജ് മിസ്സായിരുന്നു. അതായത് ഇത്രയും ആൾക്കാരുടെ ബാഗേജ് അവിടെ ഇറങ്ങി കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഫോർച്യൂൺകാർ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു ബാഗിൽ നമ്മളുടെ 10 ദിവസത്തെ ഡ്രസ്സ് നമ്മൾ അങ്ങനെയാണല്ലോ വയ്ക്കുക, ഒരു പെട്ടി ഇന്നാൾക്ക്, ഒരു പെട്ടി ഇന്നാൾക്ക്, അങ്ങനെയായിരിക്കും നമ്മൾ വയ്ക്കുക. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതായത് ഒരാളുടെ 2-3 ജോഡി ഡ്രസ്സുകൾ വേറൊരാളുടെ പെട്ടിയിലും ഉണ്ടായിരിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ബാഗ് മിസ്സായാൽ ഡ്രസ്സില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ മാത്രമല്ല, നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ യൂറോ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയ ഒരു ഡ്രസ്സിന് 20,000 25,000 ഒക്കെ കൊടുക്കേണ്ടി വരും. അത് നമുക്ക് സഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മുടെ ഡ്രസ്സ് ഒരു പെട്ടിയിൽ മാത്രമായിട്ട് വെക്കാതെ നമ്മുടെ സാധനങ്ങൾ, ഡ്രസ്സ് മാത്രമുള്ള സാധനങ്ങൾ ഒന്ന് സ്പ്രെഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെയുള്ള കാര്യം, ടിഷ്യൂ പേപ്പറുകൾ എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടും. പിന്നെ പോകുന്ന ഹോട്ടലുകളെല്ലാം നമുക്ക് വാഷ് ടവൽസ്, ബാത്ത് ടവൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ തൽക്കാലം ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകണ്ട. നമ്മൾ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട, കാരണം അത്രയും നീറ്റായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളത്, നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെക്കിങ്ങുകൾ ഒരുപാടുണ്ട്. ഒത്തിരി ചെക്കിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ പാരീസിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് നമ്മുടെ ഫോണിൻ്റെ ചാർജർ, നമ്മുടെ ചാർജർ ഉണ്ടാവും, നമ്മൾ വാങ്ങിയ ചാർജർ ഉണ്ടാവും. പിന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടാവും, ഹെയർ ഡ്രയറോ ഹെയർ സ്ട്രെയിറ്റ്നറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ വാച്ചസ്, അതുപോലെ മെറ്റലിൻ്റെ വേറെ എന്തെങ്കിലും ഓർണമെൻറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റിക്ക്, സെൽഫി സ്റ്റിക്ക്, അങ്ങനത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ 5 പേരുടെയും ഒന്നിച്ച് ഒരു ബാഗിലാക്കിയിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഒരാൾ നന്നായിട്ട് സൂക്ഷിക്കണം. അതായത് ഫോൺ നമുക്ക് ആവശ്യം വരും, എന്നാലും അത്യാവശ്യം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ബാഗിലാക്കി വെച്ചു. അപ്പോൾ ഈ ചെക്ക് ചെയ്യണ സമയത്ത് നമ്മൾ ട്രേയിൽ നമ്മുടെ സാധനങ്ങൾ വെച്ച് കൊടുക്കണമല്ലോ. വെച്ച് കൊടുക്കുമ്പോൾ ഈ ബാഗ് ഒന്നിച്ച് ഒരാളാണ് വെച്ചത്. ഒരാൾ കൊണ്ടുപോയി ഈ ബാഗ് ട്രേയിൽ എല്ലാ സാധനങ്ങളും കൂടി ഇട്ട്, അപ്പോൾ ആ ഒരു ട്രേക്കകത്ത് നമ്മുടെ വാച്ചും ഫോണും കാര്യങ്ങളൊക്കെ കിടന്നു, ഈവൻ താക്കോലടക്കം കിടന്നു. അപ്പോൾ എല്ലാവരുടെയും ചെക്കിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരാൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മളെല്ലാവരും ഇത് കയ്യിൽ കെട്ടി, അതല്ലെങ്കിൽ നമ്മുടെ ഫോണൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചു. അതല്ലാതെ നമ്മൾ ഓരോരുത്തരും സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെക്കിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ട്രെയിൽ ഊരി വെച്ചാൽ, പ്രത്യേകിച്ച് കുട്ടികൾ കൂടെ ഉണ്ട്, അവരുടെ വാച്ചൊക്കെ ഊരി വെച്ചാൽ തിരിച്ചു പോരുമ്പോൾ ചിലപ്പോൾ എടുക്കുമ്പം എണ്ണ ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ഫുഡ് മിസ്സായിട്ടുണ്ട്. ഫുഡ് ഞങ്ങൾക്ക് ഈ ചെക്കിങ്ങിൽ എടുത്തിട്ട് അവർ പുറത്ത് വെക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ചെക്കിങ്ങിന് ഒരുപാട് ദൂരെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് മിസ്സായി എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഫുഡായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ ഫോണ്, വാച്ച് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഫോൺ നമ്മൾ എടുക്കും, അത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ വാച്ചിൻ്റെ കാര്യമാണ്. വാച്ച് ഊരി വെച്ച് നമ്മൾ എടുക്കാൻ, അതുപോലെ എന്തെങ്കിലും നമ്മൾ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഊരി വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അല്ലല്ലോ, മറ്റ് മെറ്റൽസ് നമ്മൾ എടുക്കാൻ ചിലപ്പോൾ മറന്നു എന്നിരിക്കും, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒരു സംഗതി. അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചെക്കിങ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. അതുപോലെ നമ്മുടെ കയ്യിൽ കരുതാവുന്ന ലഗേജിൻ്റെ വെയിറ്റ് അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വിടുന്ന, അല്ലെങ്കിൽ ചെക്കിനിലേക്ക് നമ്മൾ കയറ്റി വിടുന്ന ബാഗേജിൻ്റെ വെയിറ്റ് ഒരാൾക്ക് എത്ര കിലോ വരെ കൊണ്ടുപോകാം, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫ്ലൈറ്റിലേക്ക് എടുക്കാവുന്ന ബാഗേജിലും എത്ര കിലോ വരെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളത് അവർ നമ്മുടെ മീറ്റിങ്ങിൽ നമുക്ക് ഫോർച്യൂൺകാർ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളെ നമ്മൾ എടുക്കാവുള്ളൂ. ഒത്തിരി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ അതവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതാ പറഞ്ഞ വെയിറ്റിൻ്റെ സാധനങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് ആദ്യമായി ഉറപ്പ് വരുത്താം.
പിന്നെ സ്നാക്സ് നമ്മുടെ കയ്യിലുണ്ടാവണം നല്ലതാണ്. കാരണം സ്നാക്സ് നമ്മൾ കരുതിയില്ല എന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് നമുക്ക് ഒരു സാധനം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഈ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ തോന്നില്ല. കാരണം ഇപ്പോൾ ഒരു വെജ് റോൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ 5 യൂറോ എങ്കിലും മെയിൻ കൊടുക്കണം. 5 യൂറോ എന്ന് പറഞ്ഞാൽ എബൌട്ട് 100 ആണ് 1 യൂറോ എന്ന് പറയുമ്പോൾ. 100 എബവ് ഉണ്ട് കേട്ടോ. അപ്പോൾ 5 യൂറോ എന്ന് പറഞ്ഞാൽ 500 രൂപയെ 500 രൂപയ്ക്ക് ഒരു വെജ് റോൾ കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാവരുടെ കയ്യിലും നല്ലോണം സ്നാക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ വെള്ളം നമ്മൾ കൈപിടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്ക് ആ എയറോഡ്രമ്മിൽ കയറുന്ന വരെ വെള്ളം വേണ്ടോ, എന്നാലും എയറോഡ്രമ്മിൽ നമുക്ക് വെള്ളം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഫ്ലൈറ്റിലും ഇഷ്ടം പോലെ നമുക്ക് വെള്ളം അവൈലബിൾ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം വരണില്ല. പിന്നെ നമ്മൾ ഹോട്ടൽ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഇവിടെ വാഷ്റൂമിലേക്ക് ചെന്നാൽ പൈപ്പ് തുറക്കുന്നതിന് മുമ്പ് പൈപ്പുകളുടെ ഓപ്പറേറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം ചെക്ക് ചെയ്യണം. എല്ലാ വാഷ്റൂംസിലും എല്ലാ ഹോട്ടൽസിലും ഇത് ഡിഫറെൻ്റ് ആയിരുന്നു. ചിലപ്പോൾ തുറക്കുമ്പോൾ തന്നെ തിളച്ച വെള്ളമാണ് ആദ്യം വരിക. എനിക്കൊരു പ്രാവശ്യം പറ്റി, എൻ്റെ കൈ പൊള്ളിയില്ല എന്നേ ഉള്ളൂ, വളരെ ഭയങ്കര ചൂടുള്ള വെള്ളമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുട്ടികളൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞ പ്രശ്നമാണ്. അപ്പം നമ്മൾ പോയിട്ട് വാഷ്റൂമിലെ സൗകര്യങ്ങൾ എന്താണ്, ബാത്ത് ടബാണോ ക്യൂബിക്കിളാണോ, വാഷ്റൂമിൻ്റെ അകത്ത് എത്ര ടൈപ്പ് പൈപ്പ് ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അതൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് ചൂടൊക്കെ ക്രമീകരിച്ച് വേണം പിള്ളേരെ കയറ്റി വിടാനായിട്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടത് പൊടിയും അഴുക്കുമൊക്കെ കുറവായതുകൊണ്ട് അലർജി, ശ്വാസം മുട്ട, ചുമ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതായിട്ട് കണ്ടു. എന്ന് വെച്ചിട്ട് നിങ്ങൾ മെഡിസിൻ ഒന്നും എടുക്കാതെ പോകരുത്. മെഡിസിൻ കയ്യിൽ വേണം. എന്നാൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ട്യൂലിപ്പ് ഗാർഡൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടത്തിൻ്റെ വീഡിയോ ആണ് അടുത്ത് വരാൻ പോകുന്നത്. ഹോളണ്ടിലെ ട്യൂലിപ്പ് ഗാർഡൻ ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ക്യൂക്കൻഹോഫ് ഗാർഡൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 120 വെറൈറ്റി വരുന്ന ട്യൂലിപ്പ് പൂക്കൾ മാത്രം, 3 ബില്യൺ ട്യൂലിപ്പ് പൂക്കൾ 32 ഹെക്ടർ സ്ഥലത്ത് അങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതിൽ വാക്ക് വേ ഉണ്ട് കാണാനായിട്ട്. അത് 15 കിലോമീറ്റർ വരും വാക്ക് വേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാർച്ച് മാസം അവസാനം മുതൽ മെയ് മാസത്തിൻ്റെ ഒരു പകുതി വരെയാണ് ഈ ട്യൂലിപ്പ് ഗാർഡനിലെ സമയം. കാരണം ഈ പൂക്കൾ കൂടുതലും വിരിയുന്ന ഈ സമയത്താണ്. അതിൽ തന്നെ ഏപ്രിൽ 2nd വീക്കിലാണ് ഇത് ഏറ്റവും ഭംഗിയായിട്ട് വിരിഞ്ഞ് അതിൻ്റെ ആ ഒരു പീക്കിൽ നിൽക്കുന്ന സമയം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ യൂറോപ്പ് ട്രിപ്പ് ഈ ഒരു സമയത്തേക്ക് സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ പഴയ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നു ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോയത്. ഈ സമയത്ത് അവിടെ പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ട്യൂലിപ്പ് ഗാർഡൻ കാണാനായിട്ട് ആ ഒരു കൃത്യസമയത്ത് നമ്മളവിടെ ചെല്ലുന്നത്. പിന്നെ നല്ല ആരോഗ്യം വേണം നടന്നതാണ്. ഒന്നാമത് നല്ല തണുപ്പാണ്. ഇത്രയും സ്ഥലം ട്യൂലിപ്പ് പൂക്കൾ മാത്രമല്ല, ട്യൂലിപ്പിൻ്റെ പാടമാണെന്ന് പറഞ്ഞാൽ പൂക്കൾ അങ്ങനെ പല നിറത്തിൽ പല ഭംഗിയിലിങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര ഭംഗിയുള്ളതാണ്. അത് മനുഷ്യരിങ്ങനെ പരിപാലിച്ച് എങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് അതിശയം തോന്നും. ശരിക്കും വളരെ അത്ഭുതകരമായൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് കണ്ടിട്ടും മതിയാവില്ല. ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ആളുകൾ അങ്ങനെ നടക്കുവാണ്. സഞ്ചാരികളുടെ കുത്തൊഴുക്ക, ബസ്സുകൾ ഇങ്ങനെ വന്ന് പാർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആളുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും. അത്രയും സഞ്ചാരികൾ വരുന്നുണ്ടെങ്കിലും ആ ഒരു ഗാർഡൻ അവർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കാണണം. അത് തന്നെ ഒരു അതിശയമാണ്. അപ്പോൾ നമ്മൾ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ട്യൂലിപ്പ് ഗാർഡനിൽ പോകാനുള്ള ആ വഴിയിൽ തന്നെ നമുക്ക് വീടുകൾ കാണാം. ഈ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾ പെയിൻറ്റിങ്ങിലൊക്കെ കാണില്ലേ, ആ പെയിൻറ്റിങ്ങിലൊക്കെ കാണുന്ന പോലെയുള്ള ഭംഗിയുള്ള വീടുകളാണ്. അതൊക്കെ നന്നായി വൃത്തിയായിട്ട് അവരതിൽ പരിപാലിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു വിസ്മയം ശരിക്കും അത് ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടം എന്നാണ് ഈ ട്യൂലിപ്പ് ഗാർഡൻ അറിയപ്പെടുന്നത്. ട്യൂലിപ്പ് പൂക്കൾ മാത്രമേ ഉള്ളൂ. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് വളരെ വലിയൊരു കാഴ്ചയായിരുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു. എന്നെക്കൊണ്ടാവും പോലെ ഞാൻ പകർത്തിയ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. ഇന്ന് നെതർലാൻഡ്സ് എന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടേഴ്സൊക്കെ റെഡിയാണ്. നമ്മൾ പോയിട്ട് ഭക്ഷണം എടുത്ത് കഴിച്ചാൽ മാത്രം മതി. എന്തൊക്കെയാണ് കാണാം. ഇത് പല ടൈപ്പ് ചീസും ബട്ടറും ഒക്കെയാണ്. എല്ലാം പാക്ഡാണ്. ആപ്പിൾ ഉണ്ട്, ഫിഷ് വേവിച്ചാണോ എന്നറിയില്ല, ട്യൂണയാണെന്ന് തോന്നുന്നു. ഇതങ്ങനെ കഴിക്കാം. ഇത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലോബ്സ് ഓഫ് ചീസാണ്. നമ്മുടെ റോബസ്റ്റ ആ കണ്ടുപരിചയമുള്ളൊരു വ്യക്തി. പിന്നെ ഇത് മീറ്റാണ്, പലതരത്തിലുള്ള മീറ്റാണ്. അതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഉണ്ട്, സോസേജ് ഉണ്ട്. മുട്ട പോലെയുള്ള പാത്രത്തിൽ മുട്ട പുഴുങ്ങി, വീണ്ടും സോസേജ്, മീറ്റ്, എഗ് ഫ്രൈ, പോച്ച്ഡ് എഗ്,
ദെൻ ഫ്രഷ് പാൻ കേക്കാണ്, നമുക്ക് അപ്പോഴേക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഇന്നലെ വെച്ച പോലത്തെ സാലഡ്സ്, അത് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് വിത്ത് അതിൻ്റെ സോസ് കാര്യങ്ങൾ. ഇല്ലാത്തൊരു സാധനം മിൽക്ക് വേറെ ഉണ്ട് കേട്ടോ. മിൽക്ക് ഐസ്, തണുപ്പിച്ച ഐസ് നമുക്ക് പാലിൽ പോയി കുടിക്കാം. പിന്നെ ഇത് ഡിഫറെൻറ്റ് ജാം, പീനട്ട് ബട്ടർ, ചോക്കോ സ്പ്രെഡ്, ജാം. പിന്നെ ഇത് കപ്പുകളാണ്, നമുക്കിതിൽ ഐസ്ക്രീം എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ജാം എടുത്ത് കഴിക്കുകയോ ചെയ്യാം. പിന്നെ കോൺഫ്ലേക്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്. ദെൻ കോഫി ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള മെഷീൻ ഇതിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് വരും. പിന്നെ ഈ സൈഡിൽ ബ്രെഡാണ്, ലോട്ട്സ് ഓഫ് ബ്രെഡ്, സാധാരണ ബ്രെഡ്. പിന്നെ കേക്ക്, നല്ല ബ്രേക്ക്ഫാസ്റ്റ് മീനിയമാണ്. പിന്നെ ഇന്നലെ കണ്ട പോലത്തെ ഈ പറഞ്ഞ സാധനങ്ങൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് റിച്ച് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സാണ്. ഡ്രോനട്ട് ഉണ്ട്. ഓക്കെ, ഇത് വീണ്ടും നമുക്ക് ജ്യൂസാണ് ഇവിടെ. ആർബറി മാംഗോ ബനാന ജ്യൂസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വരും. സ്മൂത്തിയാണ്, സ്മൂത്തി. ഓക്കെ, ഇവിടെയാണ് ജ്യൂസ് വരുന്നത്, മാംഗോ ജ്യൂസ്. മാംഗോ ജ്യൂസ്. വീണ്ടും ചായയും കോഫി ഉണ്ടാക്കാനുള്ള മെഷീൻ. ഇത്രയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. റെസ്റ്റോറൻ്റൊക്കെ ഇങ്ങനെ ആക്റ്റീവായി വരുന്നു, ആളുകൾ കഴിക്കാനായിട്ട് വരുന്നുണ്ട്. നിറയെ പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പാർലർ അതിൻ്റെ പുറകിൽ തന്നെ ഉണ്ട് കണ്ടോ. വേണമെങ്കിൽ ബിയർ മേടിച്ച് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് ഒരാളുടെ സെറ്റായി കഴിഞ്ഞു. കഴിച്ചു. അടുത്ത ആൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. സാധനങ്ങളൊക്കെ വന്നു. അങ്ങനെ ഇന്നത്തെ ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കാം. ഇത് നോക്കി തുടങ്ങുന്നത് മീറ്റിൽ തന്നെയാണ്. 3 ടൈപ്പ് ഓഫ് മീറ്റ് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു സാധനം ഉണ്ടായല്ലോ, ഇത് അലുവയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കും, പക്ഷേ അലുവയല്ല, ഇത് പച്ചക്കുള്ള മീനാണ്. ഈ മീൻ പച്ചക്കാണ് ഇവിടെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ കേക്ക്, സോസേജ്, ബട്ടർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കോഴ്സ്. പിന്നെ സെക്കൻഡ് കോഴ്സിൽ ഈ പറഞ്ഞ സാധനങ്ങൾ, എഗ് പോസ്റ്റ് അടക്കം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ജ്യൂസ്, നട്ട്സ് ആൻഡ് ബെറീസ് ആണ്. ആപ്പിൾ ജ്യൂസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഫ്രൂട്ട്സ്. മമ്മിയൊക്കെ ഏതാണ്ട് ഒരരിക്കായിട്ടുണ്ട്. പിള്ളേരുതേ ഓരോന്നും കൊണ്ട് വരുന്നു. ഹസ്ബൻഡ് ഒരരിക്കായിട്ടുണ്ട്. എന്തായാലും ആക്രമണം തുടങ്ങുകയാണ്. ആക്രമിച്ചു. എങ്ങനെയുണ്ടടാ? സൈഡിൽ വീടുകൾ കാണും കേട്ടോ. നോക്കി എന്ത് ഭംഗിയാണ്, നോക്കി. ഒരു വീടാണ് എനിക്ക് കാണുന്നത്. വീടിൻ്റെ മുന്നിൽ അവരുടെ കാറുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഇതൊരു ഭംഗിയാണ്. പൊല്യൂഷനൊന്നുമില്ല അവിടെ, പൊടിയില്ലല്ലോ. അപ്പം പിന്നെ കഴിഞ്ഞില്ലേ. പിന്നെ നല്ല തണുത്ത അന്തരീക്ഷം. ആ സൈഡിൽ കാണുന്ന ചുവന്ന കളറിൽ കാണുന്നത് ടൂലിപ്പ് ഗാർഡനാണ് കേട്ടോ. ടൂലിപ്പ് ഗാർഡൻ കാണാനാണ് നമ്മളിപ്പോൾ പോണേ. കണ്ടോ ചുവന്ന കണ്ടോ. ടൂലിപ്പ് ഗാർഡൻ. ഇവിടെ കൂടുതലും തുലിപ്പിന്റെ കൃഷികളാണ് ഇവിടെ കൂടുതലുള്ളത്. ലെഫ്റ്റ് സൈഡ് കണ്ടോ പൂവാണ് ഉണ്ടായി നിൽക്കണത്. ടൂലിപ്പ് എന്ന് പറയുന്ന പൂവ് കംപ്ലീറ്റ് പൂവാ. കണ്ടോ, വൈറ്റ് ആൻഡ് യെല്ലോ ഫ്ലവേഴ്സ് ഓൺലി. അയ്യോ,
കണ്ടോ വീടൊക്കെ കണ്ടോ, നമ്മൾ ചിത്രത്തിൽ കണ്ടോ പോലെ ദേ കിടക്കണോ ടൂളിപ്പ്. ഓ എൻ്റെ മോനെ, ടൂളിപ്പ് ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ കണ്ടോ കണ്ടോ. പക്ഷെ എൻ്റെ മോനെ ഇത് കൃഷിയാണോ? ചോ എന്താണിത്? അങ്ങനെ നമ്മുടെ ടൂളിപ്പ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ആ നിൽക്കുന്നത് മുഴുവൻ ടൂളിപ്പ് പൂക്കളാണ് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസിലാണ് നമ്മളുള്ളത്. ഓരോരുത്തരും ഓടി വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ ഒരു 7 ഡിഗ്രിയൊക്കെ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. 2-3 ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ടൂളിപ്പ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഇനി അകത്തെ കാഴ്ചകൾ കാണാൻ പോകുന്നത് എൻട്രൻസ് ആണ് കേട്ടോ. കണ്ടോ ടൂളിപ്പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ കണ്ടോ. ഇതൊക്കെ ഒറിജിനൽ ഫ്ലവർ ആണ് കേട്ടോ. അയ്യോ എടാ.